എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനം നൽകി മകനേ, നീ എൻ പ്രാണവില, മകനേ നീ എൻ പ്രാണവില. എന്നെന്നും നീ എന്റേതു മാത്രമേ, എന്നെന്നും നീ എന്റേതു മാത്രമേ. തലയിൽ മുൾമുടിച്ചൂടി നിന്ദകളേറെ ഞാനേറ്റു, എൻ തലയിൽ മുൾമുടിച്ചൂടി നിന്ദകളേറെ ഞാനേറ്റു. കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാൻ, കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാൻ. നിൻ പേർക്കൻ കൈകാലുകൾ പാടുകളേറ്റല്ലോ, നിൻ പേർക്കൻ കൈകാലുകൾ പാടുകളേറ്റല്ലോ. അത്രമേൽ നിന്നെ സ്നേഹിച്ചു ഞാൻ, അത്രമേൽ നിന്നെ സ്നേഹിച്ചു. മകനേ നീ എൻ പ്രാണവില, മകനേ നീ എൻ പ്രാണവില. എന്നെന്നും നീ എന്റേതു മാത്രമേ, എന്നെന്നും നീ എന്റേതു മാത്രമേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. He shall set me upon a rock. പാറമേൽ എന്നെ ഉയർത്തും. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാറമേൽ എന്നെ ഉയർത്തും. സങ്കീർത്തനം 27:5. Psalm 27:5. For in time of trouble he shall hide me in his pavilion, in the secret of his tabernacle shall he hide me. He shall set me up upon a rock. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ആമേൻ. ഇന്ന് സുരക്ഷിത സ്ഥാനം എവിടെയാണ്? ഇന്ന് ആരിലാണ് ആശ്രയിക്കുവാൻ കഴിയുക? ശരിക്കും എവിടെയെങ്കിലും ഇന്ന് സുരക്ഷിത സ്ഥാനം ഉണ്ടോ? സ്വസ്ഥതയില്ലാത്ത ഒരു ദിനവും കടന്നു പോകുന്നത് അനുസരിച്ച് അസ്വസ്ഥത ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത അന്തരീക്ഷം. തിരുസന്നിധിയുടെ മറവിൽ മറയുക അല്ലാതെ നമുക്ക് സുരക്ഷിതമായ സ്ഥാനം എവിടെയാണുള്ളത്? മോശ കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, ഞങ്ങളെ അയക്കരുത്, നീ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. നിന്റെ തിരുസാന്നിധ്യമാണ് ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്.
ദൈവത്തിൻ്റെ വചനത്തിൽ അത്യുന്നതൻ്റെ മറവിൽ തിരുനിവാസത്തിൻ്റെ തണലിൽ തൻ്റെ ഭക്തരെ കാത്തു സംരക്ഷിക്കുന്ന എത്രയോ സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 40 രാവും 40 പകലും നിലയ്ക്കാത്ത ജലപ്രളയത്താൽ ഭൂമി മൂടപ്പെട്ടപ്പോൾ നോഹയെയും കുടുംബത്തിൽ ഉള്ളവരെയും പെട്ടകത്തിൽ മറച്ചു ദൈവം സംരക്ഷിച്ചു. 3 മാസം പ്രായമായ മോശയെ നൈൽ നദിയിലെ ഓളങ്ങളിൽ ഒഴുകിപ്പോകാതെ, ക്ഷുദ്രജന്തുക്കൾക്കും ജലജീവികൾക്കും ഇരയായി പോകാതെ ദൈവം സംരക്ഷിച്ചത് തൻ്റെ തിരുനിവാസത്തിലും മറവിലും ദൈവം മറച്ചത് കൊണ്ടല്ലേ? മോശാപ്പച്ചനെ ഒളിപ്പിച്ചതുപോലെ ഈ അനർത്ഥങ്ങൾ അനവധി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അവിടുന്ന് നമ്മളെ, ഒരു ദുഷ്ടനും നമ്മളെ തട്ടിയെടുക്കാതെ അവിടുത്തെ ചെറുകിൻ കീഴിൽ നമ്മളെ സൂക്ഷിക്കുന്നില്ലേ? മുന്നിൽ ചെങ്കടലും പിന്നിൽ ആക്രമിക്കാനായി ആർത്ത് അട്ടഹസിച്ചു വരുന്ന ഫറവോന്റെ സൈന്യവും കണ്ട് ഭയന്ന ഇസ്രായേല്യരെ ചെങ്കടലിന് മധ്യേ കർത്താവ് വഴിയൊരുക്കി കാത്തു സംരക്ഷിച്ചത് തിരുനിവാസത്തിൻ്റെ മറവല്ലേ? വേലികെട്ടി അത്യുന്നതന്റെ മറവിൽ കാത്തു സംരക്ഷിച്ച ഇയ്യോബിന്റെ ഭവനത്തിലേക്ക് സാത്താന് പോലും ദൈവത്തിന്റെ അനുമതിയില്ലാതെ കടക്കുവാൻ കഴിഞ്ഞില്ല. ഇയ്യോബപ്പച്ചന്റെ ഭവനത്തിന് വേലികെട്ടി സൂക്ഷിച്ചതുപോലെ നമ്മുടെ ഓരോ ഭവനത്തിനു ചുറ്റും സ്വർഗം വേലികെട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു ദുഷ്ടശക്തിയും ഈ നിമിഷം വരെ ഭവനത്തിൽ കടക്കാത്തത്. അല്ലാതെ ഉറപ്പുള്ള ഒരു മതില് മനുഷ്യൻ കെട്ടി തന്നതുകൊണ്ടല്ല. സ്വർഗത്തിലെ ദൂതന്മാർ ആ ഒരു സ്വർഗീയ സംരക്ഷണം നമുക്ക് നൽകുന്നില്ല എങ്കിൽ എത്ര വലിയ വേലിയും മതിലും ചാടി അവനിങ്ങോട്ട് വരും. പൗലോസും കൂട്ടരും കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. കപ്പൽ ആടി ഉലഞ്ഞു. കപ്പലിലെ ചരക്കുകളെല്ലാം പുറത്തേക്കിട്ടു. സൂര്യനെയും ചന്ദ്രനെയും കാണുവാനില്ല, ഭക്ഷിപ്പാൻ ഒന്നുമില്ല. രക്ഷയ്ക്കുള്ള ആശ നഷ്ടപ്പെട്ടപ്പോഴും പൗലോസ് ദൈവിക ദർശനം കണ്ട് കപ്പലിലുള്ളവരോട് പറഞ്ഞു. ആ തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 27:22 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലാണ്. നമുക്കതൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27:22 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. സ്വർഗീയ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം. ഈ സംരക്ഷണം അനർത്ഥ ദിവസങ്ങളിലെ തിരുനിവാസത്തിലെ മറവിലുള്ള സംരക്ഷണമല്ലാതെ മറ്റെന്താണ്? നമുക്ക് സങ്കീർത്തനം 46 1 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അനവധി എന്നാണ്, എങ്കിലും യഹോവ കർത്താവായ ദൈവം അവനെ താങ്ങും. അങ്ങനെ താങ്ങുന്നൊരു കരമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അടിഞ്ഞു പോകാതെ ആരോഗ്യത്തോടെ നാം നിൽക്കുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഇന്ന് നാം കടന്നു പോകുന്നത് ഒരുപാട് വിചിത്രമായ സംഭവങ്ങളിലൂടെയല്ലേ? ആണ്. എങ്ങും കൊലയും കൊള്ളയും, ഭൂരിഭാഗം ജനങ്ങളും ലഹരിയുടെ മാസ്മര ശക്തിയിൽ മറയുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോ പ്രഭാതത്തിലും കേൾക്കുന്ന പത്രവാർത്ത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹൃദയം വേദനപ്പെടുത്തുന്ന വാർത്തകളല്ലേ? അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും കണ്ടും കേട്ടും നടുങ്ങി വിറച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹം. തിന്മകൾ വർദ്ധിക്കുന്നു. ജീവനുള്ള സത്യേക ദൈവത്തെ മറന്ന് വിഗ്രഹ ആരാധനയിൽ ജനം മുഴുകുന്നു. ജീവനില്ലാത്തതിനെ പൊക്കിക്കൊണ്ട് നടന്ന് ദൈവത്തിൻ്റെ കോപം ഓരോ ദിവസവും വാങ്ങിച്ച് മടിയിൽ വെച്ചുകൊണ്ട് ജീവിക്കുക. ഈ ആപൽഘട്ടങ്ങളിൽ നാം ആരിൽ വിശ്വസിക്കണം എന്നത് നാം അറിഞ്ഞിരിക്കണം. ജീവനുള്ള ദൈവം നമ്മുടെ ഉപനിധി എന്ന് നാം വിശ്വസിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് ധൈര്യം നൽകുന്നതാണ്. 2 തിമോത്തിയോസ് 1
12 നമുക്കൊന്ന് വായിക്കാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഈ ഒരു തിരുവചനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്താൽ ആത്മഹത്യ എന്ന ചിന്ത ഒരിക്കലും ആരുടെയും ഹൃദയത്തിൽ ഉദയം ചെയ്യത്തില്ല. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള ബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആപൽഘട്ടത്തിൽ, വലിയ പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൽ, തിരുനിവാസത്തിൽ മറഞ്ഞിരിക്കാം. കാരണം യഹോവ നമ്മുടെ വെളിച്ചവും രക്ഷയുമാകുന്നു. അതുകൊണ്ട് ദാവീദ് ഉറപ്പിച്ച് പറഞ്ഞതുപോലെ നമുക്കും പറയാം. സങ്കീർത്തനങ്ങൾ 27, 13, 14 തിരുവചന ഭാഗങ്ങൾ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മയെ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, കർത്താവിങ്കൽ പ്രത്യാശ വയ്ക്കുക. ഈ തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ, ബലത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും നിശ്ചയം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സൗഖ്യ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം അവിടുന്ന് എപ്പോഴും നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ അത് ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കുന്നപ്പ അവിടെ നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു, നന്ദി കരയേറ്റുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ തിരുവുള്ളത്തിൽ സൂക്ഷിക്കണമേ. ഒരനർത്ഥവും ഭവിക്കാതെ ഞങ്ങളെ അവിടെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഒരു ബാധയും ഞങ്ങളുടെ കൂട്ടായ്മകളെയും കൂടാരങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തൊടാതെ സ്വർഗം സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ യഥാർത്ഥ സഭയിലെ വിശുദ്ധ മക്കളായി അവിടുത്തെ വചനത്തോട് കൂറുപുലർത്തി ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളാരും നിന്നതല്ല, അവിടെ ഞങ്ങളെ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. ഞങ്ങളുടെ തലമുറകളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണല്ലോ. കർത്താവേ, അവിടുത്തെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഉള്ളില എല്ലാ ഭയവും വിട്ടുമാറി, പരീക്ഷയെക്കുറിച്ചുള്ള ആകുലതകൾ വിട്ടുമാറി, മക്കൾ പഠിച്ചത് തന്നെ പരീക്ഷയിൽ വരുവാനും അത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എഴുതുവാനും മക്കളെ അവിടെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആരോഗ്യത്തെ തിരുക്കരങ്ങളിൽ തരുന്ന അവർ ഭക്ഷിക്കുന്ന ആഹാരത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാംക്രമിക രോഗങ്ങളിൽ നിന്നും മക്കളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. സ്വർഗീയ ദൂതന്മാരുടെ കാവൽ മക്കളകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും കൂടെ പോയി സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവർ പഠിക്കുന്ന സ്കൂളിലും കോളേജിനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടശക്തിയും തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി തന്നെ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും പ്രസിഡന്റ്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റഷ്യയെ, ഉക്രൈനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെയും ഓസ്ട്രേലിയയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗൾഫ് രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ കൺട്രീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി തിരുവുള്ളത്തിൽ സംരക്ഷിച്ച് അവിടുന്ന് പരിപാലിക്കുന്നതിനായി സ്തോത്രം. നരക്കുകളും ചുമക്കുമെന്ന് അറിയിച്ചത് കർത്താവേ, അവിടുത്തെ മാറോട് ചേർത്ത് അവരെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല സാംക്രമിക രോഗങ്ങളിൽ നിന്നും സകല ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും ഒരു പൂർണ്ണ സൗഖ്യം, വിടുതലും അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നുള്ള കടബാധ്യതകൾ വിട്ടുമാറട്ടെ.
നാളെക്കുറിച്ചുള്ള ആകുലതകൾ വിട്ടുമാറട്ടെ. കുടുംബത്തിലുള്ള എല്ലാ തർക്കങ്ങളും വഴക്കുകളും വൈരാഗ്യവും പ്രതികാരവും വിട്ടുമാറട്ടെ എന്ന് അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്ത് അഴിക്കപ്പെടും. അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അവിടുന്ന് വിടുതൽ തന്നിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി, പഠനങ്ങൾക്കായി പോയിട്ടുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൂരത്തെങ്ങോ നീ പോയി, നിന്നരികിൽ ഞാൻ വന്നല്ലോ. ദൂരത്തെങ്ങോ നീ പോയി, നിന്നരികിൽ ഞാൻ വന്നല്ലോ. നിൻ പിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി. നിൻ പിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി. നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ. നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ. നിന്നെ എൻ സ്വന്തമാക്കിയേ ഞാൻ. നിന്നെ എൻ സ്വന്തമാക്കിയേ മകനേ, നീ എൻ പ്രാണൻ വില. മകനേ, നീ എൻ പ്രാണൻ വില. എന്നെന്നും നീ എന്റേതു മാത്രമേ. എന്നെന്നും നീ എന്റേതു മാത്രമേ. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു. എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു. എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ, നീ എൻ പ്രാണൻ വില. മകനേ, നീ എൻ പ്രാണൻ വില. എന്നെന്നും നീ എന്റേതു മാത്രമേ. എന്നെന്നും നീ എന്റേതു മാത്രമേ. എന്നെന്നും നീ എന്റേതു മാത്രമേ. എന്നെന്നും നീ എന്റേതു മാത്രമേ.